സോ വാട്ടർ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡേ 6നെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഡേ 6ൽ നിങ്ങൾ മോർണിംഗ് സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെ ഒരു 1 സ്പൂൺ ഹണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഒരു ഗ്ലാസ് വാട്ടർ കുടിക്കുക, നോർമൽ വാട്ടർ. ദെൻ നമ്മളൊരു 9-9:30 സമയത്ത് നമ്മൾ ഫസ്റ്റ് ജ്യൂസാണ്. ഇന്ന് ജ്യൂസ് ഡയറ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മോർണിംഗ് ഒരു വാട്ടർമെലൺ ജ്യൂസ് കഴിക്കാം, അതല്ലെങ്കിൽ പപ്പായ. ഇതിലെന്തെങ്കിലും വിത്തൗട്ട് ഷുഗർ എന്ത് ചെയ്യുക, മോർണിംഗ് കുടിക്കുക. അതിനുശേഷം ലഞ്ച് ടൈമിൽ ഒരു 2-2:30 സമയത്ത് ഒരു ബട്ടർ ഫ്രൂട്ട്, അതായത് അവഗാഡോ ജ്യൂസ് കുടിക്കാം, അതല്ലെങ്കിൽ മസ്ക് മെലൺ ഷമാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ജ്യൂസ് കുടിക്കാം വിത്തൗട്ട് ഷുഗർ. അതിനുശേഷം നമ്മൾ ഒരു ഡിന്നർ, അതായത് 7-7:30 ആ സമയത്തേക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ആപ്പിൾ ജ്യൂസ് വിത്തൗട്ട് ഷുഗർ. ഇങ്ങനെയാണ് ഇന്നത്തെ ഡയറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഇൻ ബിറ്റ്വീൻ നമുക്ക് നോർമൽ വെള്ളം കുടിക്കാം. ഈവനിങ് ടീ നിർബന്ധമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലാക്ക് ടീ വിത്ത് മിൻറ്റോ അങ്ങനെ എന്തെങ്കിലും വിത്തൗട്ട് ഷുഗർ കുടിക്കാവുന്നതാണ്, കുഴപ്പങ്ങളില്ല. സോ ഇതാണ് ഡേ 6ൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡേ 7 ഒരു ഡേയും കൂടിയേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ബാക്കിയുള്ളൂ. സോ ഈ വാട്ടർ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്നൊരു വലിയൊരു സോളിഡ് ഫുഡിലേക്ക് മൂവ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളൊരു ഫ്രൂട്ട് ജ്യൂസ് ഡയറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ നമുക്ക് ഡേ 7 എങ്ങനെയാണെന്നുള്ളത് നാളെ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. ഞാൻ ഡോക്ടർ മുസഫിർ.